വാട്സപ്പിനകത്തും ഫേസ്ബുക്കിനകത്തും ഗംഭീരമായ 3 പുതിയ ഫീച്ചറുകൾ വന്നിട്ടുണ്ട്. പലരും ഇത് ശ്രദ്ധിക്കാതെ പോയ ഏറ്റവും ഉപകാരപ്രദമായ ഫീച്ചറാണ്. അപ്പോൾ വാട്സപ്പിലെ 2 ഫീച്ചറുകൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഈ ഫീച്ചർ ഞാൻ ആദ്യം പറഞ്ഞു തരാം, എങ്കിലും വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന് വേഗത കുറവാണ്, നിങ്ങൾക്ക് അല്പം വേഗത്തിൽ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ഫേസ്ബുക്കിനകത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഓപ്ഷനും എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം ഫേസ്ബുക്കിനകത്ത് വന്നിട്ടുള്ള പുതിയ ഫീച്ചർ കാണിച്ചു തരാം. അതിനുശേഷം വാട്സപ്പിനകത്തെ 2 ഫീച്ചറുകൾ കാണിച്ചു തരാം. ഫേസ്ബുക്കിനകത്ത് വന്നിട്ട് കുറച്ച് കാലമായി കേട്ടോ, എങ്കിലും ഭൂരിഭാഗം ആൾക്കാർക്കും ഇപ്പോഴും ഈ ഓപ്ഷൻ വന്നതായിട്ട് അറിയില്ല. നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പല വീഡിയോകളും ഫേസ്ബുക്കിൽ നിന്ന് കാണാറില്ലേ. അപ്പോൾ ഇത്ര കാലവും ഫേസ്ബുക്കിൽ നിന്ന് കാണുന്ന വീഡിയോ നമുക്ക് വേഗത കൂട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതായത് വീഡിയോ നമ്മൾ മുഴുവനായിട്ട് കാണണം, അല്ലെങ്കിൽ ഇതുപോലെ നീക്കി കാണേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം വീഡിയോ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം വീഡിയോയുടെ ഇടതുഭാഗമുണ്ടല്ലോ, ഇടത്തെ ഈ ഭാഗം ഏകദേശം നടുവിലായി വരുന്ന ഈ ഭാഗത്ത് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ വീഡിയോ വേഗത കൂടും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്യട്ടെ. നിങ്ങൾക്ക് കാണാം 2x സ്പീഡിൽ. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടല്ലോ 2x സ്പീഡിൽ ഈ വീഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഈ ഇടതുഭാഗത്ത് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇതാ 2x സ്പീഡിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വർക്ക് ചെയ്യുന്നതാണ്. ഇനി വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള 2 ഫീച്ചറുകൾ പറഞ്ഞുതരാം. ഓക്കെ, വാട്സപ്പിനകത്ത് ഫൈസൽ ഭായി അയച്ച ഒരു വീഡിയോ ആണിത്. നമുക്ക് മുമ്പൊന്നും വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ വേഗത കൂട്ടാൻ പറ്റാറില്ല. അപ്പോൾ വാട്സപ്പിൽ ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് 1 മാസത്തിനടുത്തായി. അതുപോലെ തന്നെ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് മുമ്പേ വന്നിട്ടുണ്ട്, ബീറ്റ വേർഷനിലൊക്കെ മുമ്പേ വന്നിട്ടുണ്ട്. ഇപ്പോഴും 1 മാസമേ ആയിട്ടുള്ളൂ വാട്സപ്പിൽ ഈ ഒരു ഓപ്ഷൻ വന്നിട്ട്. പലരും ഈ ഒരു ഓപ്ഷൻ വന്നതായിട്ട് അറിയുക പോലുമില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സൗണ്ട് ആവശ്യമില്ല, അതുകൊണ്ട് സൗണ്ട് കുറയ്ക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 1x എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ 1.5x, അതായത് കുറച്ച് വേഗത കൂടി വീഡിയോ. ഇനി 2x, നമ്മൾ വോയിസ് സ്പീഡ് കൂട്ടാറില്ലേ, അതുപോലെ തന്നെ ഇനി വാട്സപ്പിൽ വരുന്ന വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് വേഗത കൂട്ടി കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഫീച്ചറാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് പലരും പല ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചു തരാറില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫോർവേഡ് മെനി ടൈംസ് എന്ന് പറയുന്ന ഓപ്ഷൻ മുമ്പേ കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം മെസ്സേജുകൾ വ്യാജമാണെങ്കിൽ, ഇപ്പോൾ ഈ ചിത്രം ഞാനൊരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്, ഇതൊക്കെ ഒറിജിനൽ ചിത്രം തന്നെയാണ്. ഇത്തരം ചിത്രങ്ങൾ വരുന്ന സമയത്ത് ഇത് വ്യാജമാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ വാട്സപ്പ് പോലും ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വ്യാജ മെസ്സേജുകൾ വരാൻ സാധ്യതയുണ്ട്. അത്തരം മെസ്സേജുകൾ ഷെയർ ചെയ്യരുതെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് പോലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് വരുന്ന വ്യാജ സന്ദേശങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തവണ ഷെയർ ചെയ്യപ്പെട്ട മെസ്സേജാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ സെർച്ച് ഓൺ വെബ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ടാവും. ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചില ഫോണിൽ സെർച്ച് ഓൺ വെബ് എന്നുണ്ടാവില്ല, ഓൺ വെബ് എന്ന് മാത്രമേ ഉണ്ടാവൂ. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് ഈ സെർച്ച് ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം വെബ്സൈറ്റിൽ തിരയാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഗൂഗിളിലൂടെ ആ ചിത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ നമുക്കിത് വ്യാജമാണോ ഒറിജിനലാണോ, ഈ ചിത്രം എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കേണ്ടതെങ്കിൽ ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ദിസ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് പല ഭാഷകളിൽ ഇതിൽ ലഭിക്കുന്നതാണ്. മോർ പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യക്തമായ ന്യൂസും കാര്യങ്ങളും, ഇത് സത്യസന്ധമായ ന്യൂസാണോ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ തിരിച്ചറിയാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.